So guys, welcome back to another vlog. സുഹൃത്തുക്കളെ, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബൈ ദ ബൈ, ഞാനിപ്പോൾ രാവിലെ ജിമ്മിൽ വർക്കൗട്ടിലാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. ഒരു ഡെയിലി റൊട്ടീൻ ആണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. We keep on rolling, yeah. No, we ain't slowing it down. Let's go. So guys, ഇന്നത്തെ നമ്മുടെ വർക്കൗട്ട് വരുന്നത് ലെഗാണ്. നമ്മൾ ലെഗ് വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് സൈക്ലിംഗ് ഒക്കെ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ വർക്കൗട്ടിലേക്ക് പോകണം. സോ നമ്മൾ അടിച്ച് പറപ്പിക്കും. ജിമ്മിൽ വന്നിട്ടുള്ള ഫസ്റ്റ് കളിയാണ്. എൻ്റെ ലെഗിൻ്റെ ഒരാഴ്ച ആവാൻ പോണതേ ഉള്ളൂ. നമ്മളിവിടെ ജോയിൻ ചെയ്തിട്ട് വീണ്ടും സ്റ്റാർട്ടിങ് ദിവസങ്ങളിൽ നമ്മൾ ലെഗ്സാണ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ രാവിലെ ഞാൻ 5 വരെ ആകുമ്പോഴത്തേക്ക് വരുമെന്നോ, കാരണം രാവിലെ കളിക്കാൻ ഭയങ്കര രസമുള്ള പരിപാടിയാണ്. പിന്നെ അതേപോലെ തന്നെ തിരക്കും കുറവാണ്. ഏരിയയിലെ ഏകദേശമുള്ള ജിമ്മുകളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ ജിം അടിപൊളിയാണ്. പിന്നെ കോച്ചു, നിങ്ങളെ എന്നോട് ഒരു കാര്യം ചോദിക്കും, ലെഗ് വർക്കൗട്ടിനെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം എന്താണ് നിങ്ങൾ ചോദിക്കുന്നേ. ചോദിക്കുന്നേ ഞാൻ സത്യം പറയണോ കള്ളം പറയണോ? കള്ളം പറയാം. സോ എനിക്ക് ഇത്രയും ഇഷ്ടപ്പെട്ട ഒരു വർക്കൗട്ട് വേറെ ഒന്നില്ല. ലെഗ് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം. അല്ല, എനിക്ക് ഇത്രയും ലെഗ് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്നറിയോ? കാരണം എന്നെക്കൊണ്ട് നല്ലപോലെ കളിക്കാൻ പറ്റും ലെഗ്, വേറെ എല്ലാത്തിനേക്കാളും. കാല് വെച്ച് പിടിച്ചു. ഇതെൻ്റെ ലെഗിൻ്റെ വർക്കൗട്ടാണ്, സ്കോട്ട്. ഇതോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് ഇറങ്ങാം. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ ഹാഷിംബായിയോട് ബായ് പറഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോയി ഫ്രഷായി നമ്മൾ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി റെഡി ആവണം. സോ ബൈ ദ ബൈ, ഇന്ന് ലെഗ് കളിച്ച്. എനിക്ക് ലെഗ് കളിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, പണ്ട് വർക്ക് ചെയ്തതാണ്, സനൂപ് എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റാർട്ടിങ് ജിമ്മിലേക്ക് പോയി. അപ്പം ലെഗിൻ്റെ കളി വന്നു കേട്ടോ. ലെഗിൻ്റെ കളി വന്നപ്പോൾ ചെറുക്കനുണ്ടല്ലോ, ലെഗ് കളിച്ച് നമ്മളെല്ലാവരും കളിച്ച്. പുള്ളിക്കാരൻ ഭയങ്കര വണ്ണം കുറവാ. ലെഗൊക്കെ അടിച്ച് ലാസ്റ്റ് നടക്കാൻ വയ്യ. ലാസ്റ്റ് അവിടെ കിടന്ന് ഒട്ടും നടക്കാൻ വയ്യ. ഓ മൈ ഗോഡ്. അതാണ് എനിക്ക് എപ്പോഴും ലെഗ് കളിക്കുമ്പോൾ ഓർമ്മ വന്നത്. പക്ഷെ അത് ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് അത്ര ഇതാവൂല. പക്ഷെ നിങ്ങളെ കാണണമായിരുന്നു. ഞാനൊക്കെ അത് കണ്ട് ചിരിച്ച് പണ്ടാരടങ്ങി. സോ നമ്മളെ ഇന്നത്തെ പരിപാടിയിലേക്ക് പോവാം. നമ്മൾ രാവിലെ പോയി റെഡിയായി ഫ്രഷായി ഡ്യൂട്ടിക്ക് വേണം. അല്ലത്തൂർ ഖാം ബഹുത് മുഷ്കിലേ ബാബാ. പാണി. സോ ഇനി ഞാൻ പോയി റെഡിയായി ഫ്രഷായി യൂണിഫോമൊക്കെ ഇട്ട് സുന്ദര കുട്ടപ്പനായിട്ട് വരാം ഗൈസ്. എന്നിട്ട് നമുക്ക് പണിക്ക് ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്തതാ ഡ്യൂട്ടിക്ക് പോവുകയാണ്. എൻ്റെ കൂടെ മറൂസ് ഭായി ഉണ്ട്, ദ ജെന്റിൽമാൻ, നമ്മുടെ കമ്പനിയിലെ. പുള്ളിക്കാരൻ ഈജിപ്തിലാണ് പുള്ളിക്കാരൻ്റെ പ്ലേസ് വരുന്നത്. അപ്പോൾ രാവിലെ ഞാൻ ഇറങ്ങിയപ്പോൾ പുള്ളിക്ക് വർക്ക്ഷോപ്പിൽ 2 വണ്ടിയുണ്ട്. മറ്റേ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ആൾ വർക്ക് ചെയ്യണത്, നമ്മുടെ സെക്ഷനിൽ.
അപ്പോൾ പുള്ളിക്ക് ആ വണ്ടി ഒന്ന് അവിടെ നിന്ന് എടുക്കണം ഷോപ്പിൽ നിന്ന്. അപ്പോൾ അതിനായിട്ട് പുള്ളിയെ ഞാനൊന്ന് ഡ്രോപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്തൊക്കെ കുറച്ച് ഫോളോ അപ്പ് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഓർഡർ എടുക്കണം. ഈ മാസം മാക്സിമം ഒന്ന് പുഷ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് എങ്ങനെയും മുട്ടിക്കണം. അതിൻ്റെ കുറച്ച് വർക്കില്ല. സോ ബൈ ദ ബൈ ഞാൻ എൻ്റെ വർക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾ വരാം എന്ന് പറഞ്ഞാൽ കുറച്ച് തിരക്കും കുറച്ച് തലയ്ക്ക് ഭ്രാന്തം പിടിക്കുന്ന പണിയാണ്. അപ്പം അത് കുറച്ച് പണിയുള്ളതാണ്. അപ്പോൾ സോ ബൈ ദ ബൈ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് വരാം. എൻ്റെ രാവിലത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഉച്ചയായപ്പോൾ വന്നപ്പോഴത്തേക്ക് എന്നെ വിളിച്ചുകൊണ്ട് കാസിമക്കയും വിവേകനും കൊണ്ടുപോകുന്നത് മന്തി വാങ്ങാനാണ്. കാരണം നമ്മുടെ കമ്പനിയിലെ ഒരു ചെക്കൻ നാട്ടിൽ പോകുന്നുണ്ട്, അവൻ നിർത്തി പോവുക. അപ്പോൾ അവനൊരു ട്രീറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം സെറ്റാക്കണത്. സോ ബൈ ദ ബൈ ഇതാണ് പുള്ളിക്കാരൻ, ഇവനാണ് ആൾ, ഹാഷിം ചച്ചു. ഏകദേശം ഒരു 10 years എബോവ് ആയിട്ടുണ്ട് പുള്ളിക്കാരൻ. അപ്പോൾ ഇതെല്ലാം നിർത്തി നാട്ടിലേക്ക് സെറ്റിലാവാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഹാപ്പി ജേണിയൊക്കെ പറഞ്ഞ് നമ്മൾ പിരിഞ്ഞ് സുഹൃത്തുക്കളെ. നല്ല ഉച്ചയ്ക്കത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വന്നു. ഒരു സ്ട്രോബെറിയുടെ ജ്യൂസ് വാങ്ങിച്ചു, പിന്നെ അതേപോലെ ഒരു ബത്തക്ക വാങ്ങിച്ചു. രാത്രി 11:30 സൂപ്പർ സാധനം. ഇതും കുടിച്ചിട്ട് ഒരുറക്കം. അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി മാർക്കൻ സേവിൽ നിന്ന് നല്ലൊരു സ്ട്രോബെറി ജ്യൂസും വാങ്ങിച്ച്, ജ്യൂസ് അല്ലല്ലോ സ്ട്രോബെറി മിൽക്ക്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതേപോലെ നമുക്കിത് കുടിച്ച് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൺ അമർത്തുക, അതേപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പം നാളെ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.